കാസർഗോഡ് കുമ്പളയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആരിക്കാടി സ്വദേശി ഹരീഷാണ് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് മരണത്തിനിടയാക്കിയതെന്ന് കുടുംബം ആരോപിച്ചു. ഓർത്തോ ഡോക്ടർക്ക് ഇവർ ഫോട്ടോ അയച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തോ ഡോക്ടർ രാവിലെ ഞങ്ങൾ വന്നിട്ട് ഞാൻ അതിന് വേണ്ട സംവിധാനം ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, ആ ട്രീറ്റ്മെന്റിൽ വന്ന് വീഴ്ച ആയിട്ടുണ്ടാവും. അത് കാണാൻ ഇപ്പോൾ വന്ന റിപ്പോർട്ട് വന്ന പാടത്തിന് നിയമപരമായിട്ട് പോകും. എന്ന് വെച്ചാൽ MD ആണ് വേണ്ടത്. MD ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഫോർ MBBS ആയിട്ടുള്ള ഡോക്ടറാണ്. കാഷ്വാലിറ്റി അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം. MDക്ക് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ട് കൂടിയില്ല. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഹരീഷിന് ഗുരുതര പരുക്കേറ്റത്. 11:20 കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച ഹരീഷ് ഇന്ന് പുലർച്ചെ മരിച്ചു. ഡോക്ടർമാരുടെ അശ്രദ്ധയാണ് മരണത്തിന് ഇടയാക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഹരീഷ് മദ്യപിച്ചിരുന്നുവെന്നും അതാണ് ചികിത്സ വൈകാൻ ഇടയാക്കിയത് എന്നും ആശുപത്രി അധികൃതർ. അപകടം സംഭവിച്ചിട്ടുള്ള പേഷ്യന്റ് ആൽക്കഹോളിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കാനിങ്ങിനും ഇതും മറ്റും കൃത്യമായി സഹകരിക്കാത്ത ഒരു പ്രശ്നം അതുമായി ഉണ്ടായിരുന്നു. ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെല്ലാം അവരുടെ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് ചെയ്യുന്നത് ഞങ്ങൾ തടസ്സമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ പ്രതിഷേധം ചർച്ചകൾക്കൊടുവിൽ അവസാനിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് മരണത്തിന് ഇടയാക്കിയത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കുമ്പളയിൽ നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.